ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് പ്രൊല്യൂഷൻ. ഇന്ന് നമ്മൾ നമ്മുടെ 40 ഡേയ്സ് ചാലഞ്ചിലെ കേരള സെറ്റ് എക്സാം ജനറൽ പേപ്പറിൻ്റെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് അറ്റൻഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Question number 1. A teaching approach which attempts to help students to question and challenge domination and the beliefs and practices that dominate. Options നോക്കാം. Option A. Inductive approach. Option B. Critical pedagogy. Option C. Heuristic method. Option D. Deductive approach. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ക്രിട്ടിക്കൽ പെഡഗോജി. Question number 2. True education must correspond to the surrounding circumstances or it is not a healthy growth. Whose words are these? Options നോക്കാം. ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി മഹാത്മാ ഗാന്ധി, ഓപ്ഷൻ സി ഡോക്ടർ രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മഹാത്മാ ഗാന്ധി. Question number 3. The educational philosophy which supports the concept values are absolute and unchanging. Options നോക്കാം. ഓപ്ഷൻ എ നാച്ചുറലിസം, ഓപ്ഷൻ ബി ഐഡിയലിസം, ഓപ്ഷൻ സി റിയലിസം, ഓപ്ഷൻ ഡി പ്രാഗ്മാറ്റിസം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഐഡിയലിസം. Question number 4. Cultural modification of an individual, group or people by adapting to or borrowing traits from another culture is known as. Options നോക്കാം. ഓപ്ഷൻ എ cultural lag, ഓപ്ഷൻ ബി കൾച്ചറൽ പ്ലൂറലിസം, ഓപ്ഷൻ സി അസിമിലേഷൻ, ഓപ്ഷൻ ഡി അക്കൾച്ചറേഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അക്കൾച്ചറേഷൻ. Question number 5. The tendency of a child in the pre-operational stage of cognitive development in which inferences move from particular situation to particular aspect is. Options നോക്കാം. ഓപ്ഷൻ എ ഇൻഡക്റ്റീവ് റീസണിംഗ്, ഓപ്ഷൻ ബി ക്രിട്ടിക്കൽ റീസണിംഗ്, ഓപ്ഷൻ സി ഡിഡക്റ്റീവ് റീസണിംഗ്, ഓപ്ഷൻ ഡി ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ്. Question number 6. Which of the following assessment tools of personality is a projective tool? Options നോക്കാം. ഓപ്ഷൻ എ കാലിഫോർണിയ ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി, ഓപ്ഷൻ ബി GATB, ഓപ്ഷൻ സി ടാറ്റ്, ഓപ്ഷൻ ഡി ഡ്രോ എ മാൻ ടെസ്റ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ടാറ്റ് ആണ്. ടാറ്റ്. ടാറ്റ് എന്ന് പറഞ്ഞാൽ തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് എന്നാണ്. GATBയുടെ ഫുൾ ഫോം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. A JPG file stores. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓഡിയോ ഡാറ്റ, ഓപ്ഷൻ ബി വീഡിയോ ഡാറ്റ, ഓപ്ഷൻ സി ടെക്സ്റ്റ് ഡാറ്റ, ഓപ്ഷൻ ഡി ഇമേജ് ഡാറ്റ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇമേജ് ഡാറ്റ. Question number 8. An interactive computer application for organization, analysis and storage of data in tabular form is. Options നോക്കാം. ഓപ്ഷൻ എ PowerPoint, ഓപ്ഷൻ ബി സ്പ്രെഡ്ഷീറ്റ്സ്, ഓപ്ഷൻ സി വർക്ക്ഷീറ്റ്, ഓപ്ഷൻ ഡി എക്സൽ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്പ്രെഡ്ഷീറ്റ്സ്. Question number 9. The concept of mastery learning was proposed by. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എഡ്ഗർ ഡെയിൽ, ഓപ്ഷൻ ബി ബെഞ്ചമിൻ ബ്ലൂം, ഓപ്ഷൻ സി ഡൊണാൾഡ് ഒ ഹെപ്പ്, ഓപ്ഷൻ ഡി ഡേവിഡ് കോൾബ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബെഞ്ചമിൻ ബ്ലൂം. Question number 10. The research study method involving in depth and detailed examination of a subject of study as well as its related contextual condition is. Options നോക്കാം. ഓപ്ഷൻ എ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഓപ്ഷൻ ബി കേസ് സ്റ്റഡി റിസർച്ച്, ഓപ്ഷൻ സി സർവേ റിസർച്ച്, ഓപ്ഷൻ ഡി എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കേസ് സ്റ്റഡി റിസർച്ച്. Question number 11. The article which provides equality of opportunity in educational institutions. Options നോക്കാം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 28C, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 30, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 29(1), ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 28(1). ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആർട്ടിക്കിൾ 29(1). Question number 12. Which among the following is not true about goods and services tax GST? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡയറക്റ്റ് ടാക്സ്,
ഓപ്ഷൻ ബി കോംപ്രിഹെൻസീവ് ടാക്സ്, ഓപ്ഷൻ സി കൺസപ്ഷൻ ടാക്സ്, ഓപ്ഷൻ ഡി മൾട്ടി സ്റ്റേജ് ടാക്സ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡയറക്റ്റ് ടാക്സ് ആണ്. ഇവിടെ ജി എസ് ടിയെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ശരിക്കും ജി എസ് ടി ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വിന്നർ ഓഫ് ജ്ഞാനപീഠ അവാർഡ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തകഴി ശിവശങ്കരപിള്ള, ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ സി MT വാസുദേവൻ നായർ, ഓപ്ഷൻ ഡി ONV കുറുപ്പ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. ടൈറ്റാനിയം മെറ്റൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സിർക്കോൺ, ഓപ്ഷൻ ബി ഗാർനറ്റ്, ഓപ്ഷൻ സി മോണസൈറ്റ്, ഓപ്ഷൻ ഡി ഇൽമനൈറ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇൽമനൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 15. എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൻ ഓൺ ഓത്ത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അഷുറൻസ്, ഓപ്ഷൻ ബി പ്രോമിസ്, ഓപ്ഷൻ സി പ്ലെഡ്ജ്, ഓപ്ഷൻ ഡി അഫിഡവിറ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അഫിഡവിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ദ ഡിഫക്റ്റ് വാസ് കോസ്ഡ് ഡാഷ് നെഗ്ലിജൻസ് ബൈ ദ നൈറ്റ് ഷിഫ്റ്റ് വർക്കർ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബൈ, ഓപ്ഷൻ ബി ഓൺ, ഓപ്ഷൻ സി ഓവർ, ഓപ്ഷൻ ഡി അണ്ടർ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോം എ പാർട്ട് ഓഫ് ദി നോബിൾ എയ്റ്റ് ഫോൾഡ് പാത്ത് ഓഫ് ബുദ്ധിസം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റൈറ്റ് ലൈവ്ലിഹുഡ്, ഓപ്ഷൻ ബി റൈറ്റ് എഫേർട്ട്, ഓപ്ഷൻ സി റൈറ്റ് സ്പീച്ച്, ഓപ്ഷൻ ഡി റൈറ്റ് ഡയറക്ഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റൈറ്റ് ഡയറക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ സോഷ്യലൈസേഷൻ മീൻസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്രിയേറ്റിംഗ് വൺസ് ഓൺ സോഷ്യൽ നോംസ്, ഓപ്ഷൻ ബി റെസ്പെക്ടിംഗ് എൽഡേഴ്സ് ഇൻ സൊസൈറ്റി, ഓപ്ഷൻ സി അഡാപ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഓപ്ഷൻ ഡി ഓൾവേസ് ഫോളോയിങ് സോഷ്യൽ നോംസ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഡാപ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു സോഷ്യൽ എൻവയോൺമെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ 2024 സമ്മർ ഒളിമ്പിക്സ് ഗെയിംസ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി സ്വിറ്റ്സർലാൻഡ്, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഇവിടെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന കൺട്രിയാണ് ചോദിച്ചത്. ഇനി ഹോസ്റ്റ് സിറ്റി ഓഫ് 2024 സമ്മർ ഒളിമ്പിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പാരീസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. Recently, UNICEF has appointed who as the national ambassador for India? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നീരജ് ചോപ്ര, ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ സി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഡി കരീന കപൂർ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കരീന കപൂർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. നിങ്ങൾക്ക് 20 മാർക്സിൽ എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഏതെങ്കിലും ആൻസേഴ്സ് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുക. എല്ലാവരും നന്നായിട്ട് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത മോക്ക് ടെസ്റ്റുമായി വേഗം തന്നെ കാണാം. അതുവരെ ബൈ. താങ്ക്